ചക്കരകളെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. എൻ്റെയും എൻ്റെ ബോബൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ മക്കളുടെയും ഒക്കെ വകയായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഓക്കെ, നമുക്ക് കേക്ക് മുറിക്കാം. നിങ്ങൾക്ക് ആദ്യം ഞാൻ എൻ്റെ പുൽക്കൂടൊക്കെ കാണിച്ചു തരട്ടെ. നക്ഷത്രമൊക്കെ ഉണ്ടോ? എൻ്റെ നക്ഷത്രം കണ്ടോ? പക്ഷെ ഈ പിന്നെ ഇതിലെന്താ പറയുന്നത്, നമ്മള് പുൽക്കൂട് യേശോപ്പൻ ഇങ്ങനെ ജനിക്കുന്ന സ്ഥലമില്ലേ അവിടെ, അത് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ ഉണ്ട്. ഞാൻ ഇച്ചിരി റിച്ച് ആയിട്ടിരിക്കുന്നു. ഇവിടെ അവിടെ ജനിക്കട്ടെ. രണ്ട് വീടൊക്കെ ഉണ്ട് പുള്ളിക്ക്. അമ്മു സെറ്റാക്കിയതാണ്. അമ്മു നന്ദമോളും കൂടെ സെറ്റാക്കിയതാണല്ലേ. കൊള്ളാം അല്ലേ? ഇന്ന് നമുക്കൊരു കേക്ക് മുറിക്കാം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ബൈ നന്ദന. എല്ലാ ചക്കരകൾക്കും എൻ്റെ ബോബനും എൻ്റെ എല്ലാ ചക്കരകൾക്കും. എന്നിട്ട് ഞാൻ തിന്ന സിംഗിൾ ബോബൻ ഹാപ്പി ക്രിസ്മസ്. നന്ദു ഹാപ്പി ക്രിസ്മസ്. അമ്മുകുട്ടൻ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ബോബനും. ഓക്കെ, എല്ലാവർക്കും ചക്കരമ്മ ടാറ്റ ബൈ ബൈ. എനിക്ക് ഇന്ന് തോന്നിയതാണ് ഒരു വചനം നന്ദമോളെടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് നിൽക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കണമേ, ഏതെങ്കിലും ഒരെണ്ണം. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. പെറ്റമ്മ മറന്നാലും കർത്താവ് നമ്മളെ മറക്കില്ല എന്നാണ് വചനം വന്നിരിക്കുന്നത്. അത് സൂപ്പർ വചനം അല്ലേ? ഇന്ന് വരേണ്ട ഒരു വചനം തന്നെ അല്ലേ? ദൈവം സത്യമാണ്, വചനം സത്യമാണ്. ഓക്കെ, താങ്ക് യു.